ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ ഫിഖ്ഹിലെ 13ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ഇസ്തിഹാലത്തും വിധികളും അതിൻ്റെ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹൈള് എന്താണെന്നും നിഫാസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഹൈള് എന്ന് പറയുന്നത് സാധാരണ പീരിയഡ്സ്, കൃത്യമായ മാസത്തിൽ സ്ത്രീകൾക്ക് പീരിയഡിക്കലായി ഉണ്ടാകാറുള്ള, ഒരു ദിവസത്തിൽ കുറയാത്തതും 15 ദിവസത്തിൽ കവിയാത്തതുമായിട്ടുള്ള റെഗുലറായിട്ടുള്ളതിനാണല്ലോ ഹൈള് എന്ന് പറയാം. ഗർഭപാത്രം പൂർണ്ണമായും ഒഴിവായതിനു ശേഷം വരുന്ന രക്തം നിഫാസുമാണ്. ഇത് രണ്ടും അല്ലാത്തതെല്ലാം ഇസ്തിഹാലത്ത് എന്നതിലാണ് ഉൾപ്പെടുക. അതായത് ഹൈളാണെങ്കിൽ 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല. അപ്പോൾ 24 മണിക്കൂറില്ലാത്ത വിധത്തിൽ ഒരു സ്ത്രീ രക്തം കാണുകയാണെങ്കിൽ അത് ഇസ്തിഹാലത്തിലാണ് പെടുക. അതുപോലെ 15 ദിവസത്തിൽ കവിയാനും പാടില്ല. അപ്പോൾ 15 ദിവസത്തിൽ കവിഞ്ഞ് ഒരു സ്ത്രീ രക്തം കാണുകയാണെങ്കിൽ അതും ഇസ്തിഹാലത്താണ്. അതുപോലെ നിഫാസ് 60 ദിവസം കഴിഞ്ഞിട്ടും പ്രസവാനന്തരം രക്തം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഇസ്തിഹാലത്താണ്. നിബന്ധന ഒക്കാത്ത വിധത്തിലുള്ള എല്ലാ ബ്ലീഡിങ്ങുകളും, ഹൈളും നിഫാസിൻ്റെയും നിബന്ധന ഒക്കാത്ത എല്ലാ തരം ബ്ലീഡിങ്ങുകൾക്കുമാണ് അറബി ഭാഷയിൽ, ഫുഖഹാഇൻ്റെ ഭാഷയിൽ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇസ്തിഹാലത്തുകാരിയുടെ തരംതിരിക്കലാണ്. ഇസ്തിഹാലത്തുകാരിയെ നമുക്ക് പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന് തുടക്കക്കാരി, മറ്റൊന്ന് മുമ്പേ പതിവുള്ളവൾ. തുടക്കക്കാരി എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു സ്ത്രീ ഋതുമതിയായത് മുതൽ തന്നെ അവൾക്ക് മുമ്പ് ഹൈള് പതിവില്ല. ആദ്യമായി ഹൈളുണ്ടായത് മുതൽ തന്നെ അവൾക്ക് ഹൈളിൻ്റെ നിബന്ധന ഒക്കാത്ത വിധം 15 ദിവസം കഴിഞ്ഞിട്ടും രക്തം നിൽക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് തുടക്കക്കാരി എന്ന് പറയുന്നത്. ഈ തുടക്കക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തത്തിൽ വേർതിരിവുള്ളവളും ഇല്ലാത്തവളും എന്നിങ്ങനെ 2 തരമായി തിരിക്കാം. വേർതിരിവ് എന്ന് പറഞ്ഞാൽ രക്തത്തിന് ശക്തമായ അവസ്ഥ, ദുർബലമായ അവസ്ഥ, ഇങ്ങനെ 2 അവസ്ഥയുണ്ടോ എന്നതാണ് വേർതിരിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടക്കക്കാരിക്ക് അറബി ഭാഷയിൽ മുബ്തദിയത്ത് എന്ന് പറയും. തുടക്കക്കാരി, അവൾ വേർതിരിവുണ്ടെങ്കിൽ അവൾക്ക് മുമയ്യിസത്ത് എന്ന് പറയും. തമീസ് എന്ന് പറഞ്ഞാൽ ശക്തമായതും ശക്തി കുറഞ്ഞതും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, കലക്ക് പോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതിലേറ്റവും ശക്തമായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുപ്പാണ്, അത് കഴിഞ്ഞാൽ ചുവപ്പാണ്, അത് കഴിഞ്ഞാൽ മഞ്ഞയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ കലക്കലുള്ള വെള്ളമാണ്. ഇങ്ങനെ കട്ടി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ളത്, അതുപോലെ ദുർഗന്ധമുള്ളത്, ദുർഗന്ധമില്ലാത്തത്, ഇങ്ങനെയും. അതുപോലെ വളരെ കട്ടിയുള്ളതും കട്ടിയില്ലാത്തത്, നൈസായിട്ടുള്ള രക്തവും കട്ടിയുള്ള രക്തവും. ഇതൊക്കെ ശക്തി കുറവ് എന്നതിൻ്റെ മാനദണ്ഡങ്ങളാണ്. ഇങ്ങനെ ഈ ശക്തിയുള്ളതും ശക്തിയില്ലാത്തതുമായി 2 തരം കാണുന്നവളുണ്ടെങ്കിൽ ആ ശക്തിയുള്ളത് ഹൈളും അല്ലാത്തത് ശുദ്ധിയും എന്ന് വെക്കാൻ നിവൃത്തിയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അഥവാ ഹൈളിന് നമ്മൾ മുമ്പ് പഠിച്ച നിബന്ധന 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല എന്നതും 15 ദിവസത്തിൽ കവിയാൻ പാടില്ല എന്നതും ഉള്ള ആ നിബന്ധന അതിലെ ശക്തമായ രക്തത്തിന്, ഉദാഹരണത്തിന് ഒരു സ്ത്രീ കറുത്ത രക്തവും ചുവന്ന രക്തവും കാണുന്നുണ്ട്. ആ കറുത്ത രക്തം 24 മണിക്കൂറിൽ കുറയുന്നില്ല, എന്നാൽ 15 ദിവസത്തിൽ കവിയുന്നുമില്ല. അങ്ങനെ ബാക്കി സമയങ്ങളിലെല്ലാം ചുവന്ന രക്തവുമാണ് കാണുന്നതെങ്കിൽ അവിടെ ഹൈളിൻ്റെ നിബന്ധന ആ കറുത്ത രക്തത്തിന് ഒക്കുന്നത് കൊണ്ട് ആ കറുത്ത രക്തം ഹൈളാണെന്നും ബാക്കിയുള്ളതെല്ലാം ശുദ്ധിയുള്ളതാണെന്നും വെക്കാം.
ഉദാഹരണത്തിന് 2 ദിവസം എല്ലാ മാസവും അവൾക്ക് കറുത്ത രക്തമാണ് വരുന്നത്, മറ്റു ദിവസങ്ങളിലെല്ലാം ചുവന്ന രക്തവുമാണ്. അങ്ങനെയാണെങ്കിൽ ആ 2 ദിവസമാണ് അവളുടെ ഹൈള് എന്നും ബാക്കി ദിവസങ്ങളിലെല്ലാം അവൾക്ക് ശുദ്ധിയാണ് എന്നുമാണ് വെക്കേണ്ടത്. ഇവൾക്ക് മുബ്തദിഅത്ത് മുമയ്യിസത്ത്, വേർതിരിവുള്ള തുടക്കക്കാരി എന്നാണ് അവൾക്ക് പറയുക. മറ്റൊന്ന് തുടക്കക്കാരിയാണ്, പക്ഷെ വേർതിരിവില്ല. ശക്തമായതും അല്ലാത്തതും എന്ന നിലക്ക് 2 നിലക്ക് രക്തം വരുന്നില്ല, അല്ലെങ്കിൽ വരുന്നുണ്ട് പക്ഷേ ഹൈലാക്കാൻ നിവൃത്തിയില്ല. ഉദാഹരണത്തിന് കറുത്ത രക്തവും ചുവന്ന രക്തവും ഉണ്ട്, പക്ഷേ കറുത്ത രക്തമാകെ ദിവസത്തിൽ ആകെ മാസത്തിൽ ഒരു 4-5 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും ചുവന്ന രക്തമാണ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ അവളുടെ ആ കട്ടിയുള്ളത് ഹൈദ് എന്ന് വെക്കാൻ നിവൃത്തിയില്ലല്ലോ, കാരണം ഹൈദ് ചുരുങ്ങിയത് 24 മണിക്കൂർ ഉണ്ടാവണമല്ലോ, ഇതാകെ 5 മണിക്കൂറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൾ വേർതിരിവില്ലാത്തവളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക. വേർതിരിവുണ്ടെങ്കിലും അത് ഹൈലാക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വേർതിരിവില്ലാത്തവരുടെ വിധിയാണ് അവർക്ക് ബാധകമാവുക. അവരെ സംബന്ധിച്ചിടത്തോളം തുടക്കക്കാരിയായതുകൊണ്ട് ഒരു ദിവസം ഹൈല് എന്നും ബാക്കി ദിവസങ്ങളിലെല്ലാം ശുദ്ധി എന്നുമാണ് സാധാരണയായി വിധി കൽപ്പിക്കേണ്ടത്. ഇനി നമുക്ക് തുടക്കക്കാരിയല്ലാത്ത അവൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം, പതിവുള്ളവൾ. അവർക്ക് അറബി ഭാഷയിൽ ഫുഖഹക്കൾ മുഅത്താദത്ത് എന്നാണ് പറയുക. ആദത്ത് പതിവ് ഉള്ളവൾ എന്നർത്ഥം. മുഅത്താദത്തിലും ഇതുപോലെ വേർതിരിവ് ഉള്ളവളും ഇല്ലാത്തവളും ഉണ്ടാകാം. വേർതിരിവ് ഇല്ലാത്തവളാണെങ്കിൽ അവൾക്ക് അവളുടെ മുമ്പത്തെ ആദത്ത്, മുമ്പത്തെ പതിവ് എത്രയാണ് എന്നാണ് നോക്കുക. അതായത് തൊട്ട് മുമ്പത്തെ മാസത്തിൽ അവൾക്ക് എത്ര ദിവസമാണ് ഹൈലുണ്ടായത് എന്ന് നോക്കി ആ ഹൈലാണ്, അത്ര ദിവസം ഹൈലാണെന്നും അന്ന് എത്ര ആണോ ശുദ്ധി കിട്ടിയത് അത്ര ദിവസം ശുദ്ധിയാണ് എന്നും വെക്കുക. ആദത്തുകാരി, പതിവുകാരി അവളുടെ പതിവിലേക്കാണ് വെക്കേണ്ടത് എന്നർത്ഥം. ഇപ്പോൾ അവൾ ഇസ്തിയാദത്തുകാരിയല്ല, തുടർച്ചയായിട്ട് രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഈ അസുഖം അവൾക്ക് തുടങ്ങുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പുള്ള ആ മാസത്തിൽ അവൾക്ക് എത്ര ദിവസമായിരുന്നു ഹൈലുണ്ടായിരുന്നതെങ്കിൽ അത്ര ദിവസം ഹൈല് എന്നും ബാക്കി ദിവസങ്ങളിൽ ഇസ്തിഹാലത്ത് എന്നുമാണ് വെക്കേണ്ടത്. ഇനി അവൾ തുടക്കക്കാരിയല്ല, പതിവുകാരി തന്നെയാണ്, പക്ഷെ അവൾക്ക് വേർതിരിവും ഉണ്ട് എന്ന് വന്നാൽ, വേർതിരിവുള്ള പതിവുകാരിയാണെങ്കിൽ അവളുടെ പതിവിലേക്കല്ല അവിടെ മടക്കേണ്ടത്, വേർതിരിവിലേക്കാണ്. വേർതിരിവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈലിൻ്റെ നിബന്ധനയൊത്ത വേർതിരിവ് വേണം. മുമ്പ് കഴിഞ്ഞ മാസം അവൾക്ക് ആദത്തുണ്ട്, പക്ഷേ ഈ മാസം അവൾക്ക് കഴിഞ്ഞ മാസത്തു നിന്ന് വിപരീതമായി 3 ദിവസം ശക്തിയുള്ള രക്തവും അതിനുശേഷമൊക്കെ ശക്തിയില്ലാത്ത രക്തവുമാണ് വരുന്നതെങ്കിൽ, ഉദാഹരണമായി ദുർഗന്ധമുള്ള രക്തമാണ് ആദ്യത്തെ 3 ദിവസം വന്നത്, പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ദുർഗന്ധമില്ലാത്തതുമാണ് വന്നത് എങ്കിൽ അവൾ ആ ദുർഗന്ധമുള്ള 3 ദിവസം അത് ഹൈലാണെന്നും ബാക്കി ദിവസങ്ങളെല്ലാം ശുദ്ധിയുള്ളതാണ് എന്നും വെക്കണം. ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിൻ്റെ ഹുക്കുമാണ് അതിനുള്ളത്. അവൾ നിസ്കരിക്കണമല്ലോ, ആ 3 ദിവസം മാത്രമാണ് അവർ നിസ്കാരം നോമ്പൊക്കെ ഒഴിവാക്കേണ്ടത്. അങ്ങനെ ആദത്തുള്ള പതിവുള്ളവളാണെങ്കിലും വേർതിരിവുണ്ടെങ്കിൽ ആ വേർതിരിവിലേക്കാണ് അവളുടെ ഹൈല്, വേർതിരിവനുസരിച്ചാണ് ഹൈല് കണക്കാക്കേണ്ടത് എന്നർത്ഥം. പക്ഷേ ഹൈലാണെന്ന് വെക്കാൻ നിവൃത്തിയുള്ള വിധത്തിലുള്ള വേർതിരിവായിരിക്കണം. അതായത് 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല, 15 ദിവസത്തിൽ കവിയാനും പാടില്ല എന്നർത്ഥം. ഇനി മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അഥവാ അവൾക്ക് ആദത്തുണ്ടായിരുന്നു, പക്ഷേ ആ ആദത്ത് അവൾ മറന്നുപോയി. കഴിഞ്ഞ പ്രാവശ്യത്തെ സമയം, അളവ്, എത്ര ദിവസമാണ് ഉണ്ടായതെന്നും അത് ഏത് തീയതിക്ക് ഏത് വരെയാണ് എന്ന അതിൻ്റെ സമയവും എത്ര ദിവസമാണ് ഉണ്ടായതെന്ന അളവും ഓർമ്മയുള്ളവളും ഓർമ്മയില്ലാത്തവളും എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കാം അവളെ. ഈ ഓർമ്മയില്ലാത്തവളെ സംബന്ധിച്ചിടത്തോളം മുത്തഹയ്യറത്ത് എന്നാണ് അവൾക്ക് പറയാം, പരിഭ്രമിച്ചവൾ. ഈ പരിഭ്രമിച്ചവളിൽ സമയം മാത്രം ഓർമ്മയുള്ളവൾ
സമയവും അളവും ഓർമ്മ ഉള്ളവളും ഉണ്ടാവും, ഓർമ്മയില്ലാത്തവളും ഉണ്ടാവും. സമയവും അളവും ഓർമ്മയുണ്ടെങ്കിലാണ് അവളുടെ ആദത്തിലേക്ക്, അവളുടെ മുമ്പത്തെ പതിവിലേക്ക് മടക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ അവിടെ സമയം മാത്രമേ ഓർമ്മയുള്ളൂ എങ്കിൽ, അളവ് എത്രയാണ് എന്ന് ഓർമ്മയില്ലെങ്കിൽ, അതുപോലെ തീരെ ഓർമ്മയില്ലെങ്കിൽ, ഇവരൊക്കെ ഇസ്തിഹാലത്തുകാരി മുസ്തഹലത്ത് മുത്തഹയ്യറ എന്നാണ് പറയാം, പരിഭ്രമിച്ചവൾ. ആ പരിഭ്രമിച്ചവളുടെ വിധി നമുക്ക് പ്രത്യേകമായി ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതും, നിങ്ങളൊക്കെ ആലിമ സഞ്ചരിയ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ ഇത്തരം സംശയങ്ങൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് മറുപടി കൊടുക്കേണ്ടവരുമാണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ് നമുക്ക് ഈ മുത്തഹയ്യറ, പരിഭ്രമിച്ചവൾ എന്ന് ഫുഖാക്കൾ പറയുന്ന, പരിഭ്രമം എന്ന് പറയുന്നത് അവൾക്ക് ആദത്തുണ്ട്, ആ ആദത്തിലേക്കായിരുന്നു അവൾ മടക്കേണ്ടിയിരുന്നത്, പക്ഷേ ആദത്ത് അവൾ മറന്നുപോയി. അങ്ങനെയുള്ളവളെ സംബന്ധിച്ചിടത്താണ് പരിഭ്രമിച്ചവൾ എന്ന് പറയാം. അവളുടെ ഹുക്മ് അവൾ സൂക്ഷ്മത പാലിക്കണം എന്നാണ്. അതായത് ഹൈലാണ് എന്ന് വെച്ച് നിസ്കാരവും നോമ്പുമൊക്കെ പരമാവധി എത്രയാണ് ഒഴിവാക്കാൻ പറ്റുക വെച്ചാൽ അത്ര ഒഴിവാക്കി. എന്നാൽ ഹൈൽ അല്ലാതിരിക്കാനും സാധ്യതയുണ്ടായതുകൊണ്ട് അല്ലാത്ത രണ്ടിനും സാധ്യതയുള്ള ദിവസങ്ങളിൽ ആ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യാണ് വേണ്ടത്. ശുദ്ധിക്കും സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ അവർ നിസ്കരിക്കുകയൊക്കെ വേണം. അപ്പോൾ അത് കുറച്ച് സങ്കീർണമായ ഒരു പ്രധാനപ്പെട്ട മസലയായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ മുത്തഹയ്യറ എന്ന് പറയുന്ന പരിഭ്രമിച്ചവളെക്കുറിച്ചുള്ള വിശദാംശം നമുക്ക് പഠിക്കാം. അള്ളാഹു വിധി വിലക്കുകളെല്ലാം മാനിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു ഖൈറിലും നിഅമത്തിലും ബറക്കത്തിലും ആക്കിത്തരട്ടെ. പരലോകത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കുന്ന പണ്ഡിതകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അവൻ്റെ വിധിവിലക്കുകൾ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തി കൊടുക്കുവാനുമൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.